ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കണേ. അതായത് ഞാൻ ഇതുപോലത്തെ കപ്സിയും മന്തിൻ്റെ ഒക്കെ കിറ്റ് കണ്ടിട്ടുണ്ട്. ബിരിയാണി കിറ്റ് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടോ. ഇപ്പോൾ ഡാഡി കിറ്റൊക്കെ മേടിച്ച് കൊണ്ടു വെച്ചിട്ടുണ്ട്. പരിപാടി കുറച്ചൊരു ഈസിയായി. ഇതും കൊണ്ടൊന്നൊരു ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അടുക്കളയിൽ ഈ ഭാഗത്ത് എപ്പോഴും കുറച്ച് പച്ചക്കറി ഉണ്ടാവും. ഇത് ഞങ്ങളുടെ കുഞ്ഞുണ്ണിയേട്ടൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ. മൂപ്പര് കൃഷിയൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ മൂപ്പരുടെ പാടത്തുണ്ടായ വിളകളൊക്കെ അതുപോലെ കൊണ്ടുവരും എപ്പോഴും. അച്ചാറാണോ? അച്ചാറൊക്കെ ഉണ്ടല്ലോ കൂടെ. ഞാൻ ഈ ചുരിദാർ മുന്നേയും വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഷോർട്സും റീൽസൊക്കെ ചെയ്തിട്ടുണ്ട്. പലരും ചോദിക്കലുണ്ട്. കാരണം ഈ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുമ്പോഴേ ക്വാളിറ്റി നന്നാവോ, പെട്ടെന്ന് നാശമാവോ എന്നൊക്കെ. ഇതൊരു റയോണിൻ്റെ മെറ്റീരിയലാണ്. പക്ഷെ നമുക്ക് ഇത് ഇപ്പോഴും ആ വാങ്ങിച്ച പോലെ തന്നെ ഉണ്ട്. ഒരു ഡാമേജും വന്നിട്ടില്ല കേട്ടോ. പറയുമ്പോൾ ഇതായിട്ട് വാഷ് ചെയ്യാറൊന്നുമില്ല. വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യലാണ്. ഇതിൻ്റെ ഷോളൊരു വേറെ മെറ്റീരിയലാണ്. അതുകൊണ്ട് അതും ഇങ്ങനെ പഞ്ഞു പോലെ ആയിട്ടില്ല. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. മുഴുവൻ വേണ്ട അല്ലേ? നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് അരമണിക്കൂർ കുതിർത്ത് വെക്കണം കേട്ടോ. എന്താണ് ഇവിടെ പരിപാടി? തുടങ്ങിയോ? ഞാനിന്ന് രാവിലെ പ്രാർത്ഥിക്കില്ല, പഠിച്ചതിന് ജൂൺ 1 ആയില്ലേ, ഇത്രയും പെട്ടെന്ന് ജൂൺ 1 ആവണേന്നൊക്കെ. അപ്പോൾ അങ്ങനെ സ്കൂളും തുറക്കാറായി. ഇനിയിപ്പോൾ യൂണിഫോം വന്നു, ബുക്ക് വാങ്ങിക്കണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ തുറക്കണ കാര്യം പറഞ്ഞു ഓന് ടെൻഷനാണ്. ഈസുട്ടൻ 8th കേട്ടോ. പട്ടാമ്പി സെൻറ്റ് പോൾ സ്കൂളിലാണ് പഠിക്കുന്നത്. അതുപോലെ ഈസുട്ടൻ ഇനി 3rd ആ മുടിയൊക്കെ വെട്ടാറായി കേട്ടോ. സ്കൂള് ഇക്കാക്ക് ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ മുടി വെട്ടുന്നതേ ഇഷ്ടമല്ല. ഇക്കാക്ക് ഇക്കാൻ്റെ പോലെ എൻ്റെ മുടി ഇങ്ങനെ വലുതായിട്ടിരിക്കണേ ഇഷ്ടം. പക്ഷെ എന്ന് വെച്ചാൽ സ്കൂളിൽ പറ്റില്ലല്ലോ. സ്കൂളിൽ മുടി വെട്ടണം. ഇനി മുടിയൊക്കെ വെട്ടാറായില്ലേ? 1 മാസം കൂടി ഉള്ളൂ. പൊക്കോളൂ, പൊക്കോളൂ. അപ്പോഴേ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് സംഗതിയൊക്കെ സെറ്റാക്കട്ടെ. അതിൻ്റെ മുന്നേ വിശേഷം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ മണാലി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളിപ്പോഴും ആക്റ്റീവ് ഗ്രൂപ്പാണ്. നാട്ടിലുള്ളവരൊക്കെ ആയിട്ട് ഇപ്പോഴും ഞങ്ങൾ നല്ല കോൺടാക്റ്റിലാണ്. അപ്പം ഞങ്ങൾ കാലിക്കറ്റ് ഇതിന് പോയിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി കൊച്ചിയിലാണ് പോണേ. അപ്പോൾ ഞാൻ അന്ന് പോയ ദിവസത്തെ വിശേഷങ്ങൾ മുഴുവനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് എടുത്ത് എല്ലാവർക്കും ഒന്ന് വീഡിയോ എടുക്കാൻ ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടപ്പോഴത്തേനും ഞാൻ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി അതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഓക്കെ. ഞങ്ങൾ ഇവിടുന്ന് ഒരു 5 പേരുണ്ട് കേട്ടോ. ഞങ്ങൾ കൊച്ചി പോവാണ്. കൊച്ചിയിലാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ റൂംമേറ്റ്സിൻ്റെ ഓർമ്മയില്ലേ, മിയ, സുറുമി, ഫസ്ന, ഞങ്ങൾ 4 പേരായിരുന്നു. അപ്പോൾ ഈ 3 പേരും കൊച്ചിയിലാണ് കേട്ടോ. അപ്പോൾ അവരെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്ന്. അപ്പോൾ ഏകദേശം ടച്ചപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. അതിൻ്റെ മുന്നേ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോന്നറിയില്ല. ഇത് ന്യൂഡിൻ്റെ ഒരു ഇൻവിസിബിൾ സൺസ്ക്രീൻ സ്പ്രേ ആണ് കേട്ടോ. ഭയങ്കര അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മേക്കപ്പ് ഒക്കെ കഴിഞ്ഞാൽ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ അതൊരു സൺസ്ക്രീൻ പ്രൊട്ടക്ഷനും കൂടിയാണ് കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ പറയാറുള്ളത് സൺസ്ക്രീൻ നമ്മൾ എവറി 3 hours കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യണം. പക്ഷെ നമ്മൾ ഫുള്ള് മേക്കപ്പ് ഒക്കെ ചെയ്ത ഫേസിൽ നമ്മൾ പിന്നെയും സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിളേ അല്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്ന പോലെ. അപ്പോൾ നമുക്ക് 3 hours കൂടുമ്പോൾ ഈസി ആയിട്ട് റീഅപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് ഇതാണെങ്കിലും SPF 50 PA++++ പ്രൊട്ടക്ഷൻ ഉള്ള ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതാ ജസ്റ്റ് നമ്മളിത് എടുക്കാം, ഇതുപോലെ ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ സാധാരണ സെറ്റിംഗ് സ്പ്രേ അടിക്കുന്ന പോലെ തന്നെ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് കണ്ണും വായൊക്കെ ഒന്ന് അടച്ചിട്ട് ഒറ്റ ലെയർ ഒന്ന് സ്പ്രേ ചെയ്യാം കേട്ടോ. കാണിച്ചുതരാം. അത്രയും മതി. അത് എല്ലായിടത്തും ഒരു ലെയർ ആയാൽ മതി കേട്ടോ. കണ്ടോ, നോ വൈറ്റ് കാസ്റ്റ്. ഭയങ്കര ഒരു ഡൂയി ഗ്ലോയി ഫിനിഷ് ആണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ സ്പ്രേ തരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചില സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ മേക്കപ്പിന് ഭയങ്കര ഒരു ഗ്ലോയി ഫിനിഷ് കിട്ടും. അതുപോലെയാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് ചേർക്കാം. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ സ്കിന്നിൽ ഈസിലി അപ്പം തന്നെ ഇത് അബ്സോർവ് ആവുകയും ചെയ്യും. നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു സെറ്റിംഗ് സ്പ്രേ. അതാണ് ഞാൻ വീഡിയോയിലും കാണിച്ചത്. ഷോർട്സിൽ എത്ര പേര് കണ്ടു എന്നറിയില്ല. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ഓവർ മേക്കപ്പ് എന്നുള്ളതാണ് കേട്ടോ. ഇത് സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് കൂടിയാണ്. അതുകൊണ്ട് ഒരു ഡേ മുഴുവൻ ഇങ്ങനെ വിയർക്കാതെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. അപ്പം നമുക്ക് ഡെയിലി കോളേജിലും സ്കൂളിലും ഓഫീസിലൊക്കെ ഈ ഒരു സൺസ്ക്രീൻ സ്പ്രേ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പുറത്തു പോകാം. അതായത് എവറി 3 hours നമുക്കിത് റീഅപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഗുണം. അതുപോലെ തന്നെ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ വെയിലത്ത് നമ്മൾ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പോകുമ്പോൾ നമുക്ക് ടെൻഷനാണ്. അയ്യോ ഭയങ്കര വെയിലാണല്ലോ, സൺസ്ക്രീനൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാവും എന്നൊക്കെ. അപ്പോഴൊന്നും ടെൻഷൻ വേണ്ട. മേക്കപ്പ് ഡാമേജ് ആക്കാതെ നമുക്കിത് വീണ്ടും ഒരു സെറ്റിംഗ് സ്പ്രേ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ ന്യൂഡിൻ്റെ ഈ ഒരു ഇൻവിസിബിൾ സൺസ്ക്രീൻ സ്പ്രേ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. ഞാനിത് ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ. ഇനി വേഗം ഒരുങ്ങിയിട്ട് നമ്മൾ കൊച്ചിക്ക് പോകാം. ഈ പോകുന്ന വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. കാരണം നമ്മൾ എല്ലാവർക്കും ഒന്നും വീഡിയോയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പം ആ പ്രൈവസി ഒക്കെ മാനിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് തന്നെ എടുക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ പിന്നെ അതുപോലെ ഇങ്ങനത്തെ കുറച്ച് സമയങ്ങളൊക്കെ എനിക്ക് കൂടുതലും ഭയങ്കര ചില്ല് ചെയ്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള നല്ല ചൂടുള്ള ദിവസമാണ്. പക്ഷേ എനിക്ക് ഞങ്ങൾ കാറിലാണ് കേട്ടോ പോണത്.
ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പം അവരെന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റോഡിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. അത്യാവശ്യം നല്ല വെയിലും ചൂടൊക്കെ ഉള്ള ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും നോക്കില്ല, നേരെ നമ്മളെ കൊച്ചി ലുലു മോളിലേക്കാണ്ട് പോയി. പിന്നെ അവിടെ തന്നെ ആയിരുന്നു ഒരു ഈവനിങ് വരെ. നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഇരുന്നു കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഈവനിങ് ആയപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഹിൽ പാലസ്. ഞാൻ ആദ്യമായിട്ടാണ്, തൃപ്പൂണിത്തറ തോന്നുന്നു, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത്. നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത് ഒരുപാട് തവണ കൊച്ചി പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഇതുവരെ പോയിട്ട്. ഇനി ഫാമിലിയെ കൂട്ടി അങ്ങോട്ടൊന്ന് പോകണം. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും 4:30 ആയി. അപ്പോൾ അവിടെ ഉള്ളിലേക്കുള്ള പ്രവേശനം ഉണ്ടായിരുന്നില്ല കേട്ടോ, പുറത്ത് മാത്രമേ നടന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഉള്ളിൽ കൂടി കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊന്നും ആ സിനിമയിൽ അത്ര കണ്ടതായിട്ട് ഓർക്കുന്നില്ല. തല പുറത്തേക്കിട്ട് നോക്കണേ ജയസൂര്യനെ. ജയസൂര്യ അത് മണിച്ചിത്രത്താഴിൽ ജയസൂര്യ. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ലുലു മോളിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെയും ഫലൂദയും എന്തൊക്കെയോ കഴിച്ച് കുറേ സംസാരിച്ച് അവിടെ ഇരുന്ന് നല്ല രസമായിരുന്നു ആ ഒരു ദിവസം കേട്ടോ. ചൂടായതുകൊണ്ട് പുറത്തൊന്നും അധികം പോയില്ലെങ്കിലും എല്ലാവരും കൂടി വീണ്ടും ഒന്ന് റീയൂണിയൻ ചെയ്തപ്പോൾ നല്ല രസമായിരുന്നു. അത്രേ ഉള്ളൂ ആ വിശേഷം. ആസൂട്ടിന് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുക എന്തൊക്കെയോ ചെയ്യായിരുന്നു കേട്ടോ. അതേപോലെ ഈ ബിരിയാണിയിൽ എന്ന് വെച്ചാൽ അത് റൈസ് ഉണ്ടാക്കുന്നത് മാത്രമേ കിറ്റിൽ എഴുതിയിട്ടുള്ളൂ കേട്ടോ, മസാല നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഞാനിങ്ങനെ കുറേ തവണ വായിച്ചു ഇതിൽ മസാല എവിടെയെന്ന് വിചാരിച്ചു. ഇപ്പോൾ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അതിലുള്ളത് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാൻ പിന്നെ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചൊരു ഫുഡ് ബിരിയാണി ആയിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ മുന്നേ ഒക്കെ ഇവിടെ വാപ്പയൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മളെ കൂടെ നിർത്തും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തുറന്ന ഒരു തുള്ളി വെള്ളം മതി. ആകെ ഇഷ്ടമില്ലാത്ത ജോലിയാണ് ചിക്കൻ കഴുകുന്നത്. അത് ഓനെ ഏറ്റെടുത്തോണ്ട് അവൻ പറഞ്ഞതാ എനിക്ക് എന്തെങ്കിലും ജോലി തായോ പറഞ്ഞു. കഴിഞ്ഞിട്ട് സിങ്ക് നന്നായിട്ട് കഴുകും വേണം. അത്ര ഉള്ളി നന്നായിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളിയാണ് കേട്ടോ. കഴുത്തൊക്കെ ആവശ്യമുണ്ട്. ഈ കുട്ടിനെ കൊണ്ട് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഈ ചട്ടിയിൽ തന്നെ നമുക്ക് നമ്മൾ മസാല ഒക്കെ വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ഇത് അടുപ്പൊക്കെ കത്തിച്ചിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം നല്ല തിളച്ചിട്ടതാ. ഇതിലുള്ള ഇത്രയും സാധനങ്ങൾ നമ്മുടെ സാധാരണ ഗരം മസാലയൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഏകദേശം ഉപ്പ് പാകമായിട്ട് നമ്മളെ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബിരിയാണി റൈസ് ഒന്നുകൂടി ഒന്ന് ഊറ്റിട്ടേക്ക് ഇടട്ടെ. അത് വേവട്ടെ. മസാല ഉണ്ടാക്കാം. ഈ ഉള്ളിയും വഴന്നാൽ പോരാ, നല്ലോണം ഒന്ന് പൊരിഞ്ഞ പോലെ ആവണം കേട്ടോ. ചിക്കൻ ഇവിടെ കഴുകി പെരുവഴിയിലിട്ടിട്ട് പോയിട്ടുണ്ട്. അത്ര തന്നെ വയ്ക്കുള്ളൂ. എന്തായാലും ഫസ്റ്റത്തെ വാഷിങ് കഴിഞ്ഞു. ഇനി കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് വാഷ് ചെയ്ത് ഈ സിങ്കിൻ്റെ സൈഡൊക്കെ ഒന്ന് കഴുകട്ടെ. മസാല എന്തായാലും അസു തേച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഞാനിതാ ഉള്ളി നല്ല മൊരിഞ്ഞു വന്നു. അത് ചിക്കൻ മസാല ഒക്കെ പറഞ്ഞത് മസാല നല്ല വഴറ്റല്ല, നല്ല മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്തു. ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോകുമ്പോഴേക്ക് തക്കാളി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ, നല്ല സോഫ്റ്റ് ആവുന്ന വരെ. അത് ഇപ്പുറത്ത് ഞാൻ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ച ഉള്ളിൽ നമ്മൾ കുറച്ച് ബിരിയാണി മസാലയും അതുപോലെ മല്ലിയിലയും ചേർത്ത് ഇതുപോലെ മിക്സ് ആക്കി വെക്കണം കേട്ടോ. മസാല നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റുകയാണ്. അതിന് മുന്നേ നമ്മളിതിലേക്ക് തൈരും അതുപോലെ ബിരിയാണി മസാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് എരിവിന് കുരുമുളക് പൊടി ഇട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി ചിക്കനുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചിരുന്ന് സെറ്റാകാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് അടച്ചു വെക്കാം. ചിക്കൻ മസാലയിൽ നല്ല സെറ്റായി. റൈസ് ഇട്ട് കൊടുക്കാം. അയ്യോ അയ്യോ വിശപ്പിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്, വിശപ്പുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് എത്ര ടൈമായി? 1:30 ആകുമ്പോൾ ഐ മീൻ 1:30. എനിക്കൊരു കുറച്ച് വേവാൻ പറ്റുള്ളൂ, 85. പക്ഷെ ഞാൻ ചോറ് വെച്ചപ്പോൾ ഞാൻ മറന്നു ഗൈസ്. അതുകൊണ്ട് ചോറ് നന്നായിട്ട് വെന്തു കേട്ടോ. പിന്നെ അമ്മച്ചി പറഞ്ഞ പോലെ നമുക്ക് തന്നെ കഴിക്കാനുള്ളതല്ല, അതുകൊണ്ട് പ്രശ്നമില്ല, നല്ല വെന്തോട്ടെ. ഉള്ളിയൊക്കെ വറുക്കുമ്പോൾ മാറ്റി വെച്ചില്ലേ ഓയിൽ, അതിങ്ങനെ കുറച്ചിങ്ങനെ ഒഴിച്ച് ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് ഇതുപോലെ. ഞാൻ അടിയിലൊരു ചട്ടി വെച്ചു കേട്ടോ, അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്നിങ്ങനെ. ഇത് കറക്റ്റായ മുടി ഞാൻ തിരഞ്ഞിട്ട് കാണാമല്ലോ. അപ്പോൾ തൽക്കാലം ഈ പാത്രം വെച്ച് സെറ്റ് വേണമെങ്കിൽ ഇതിവിടെ ഇരിക്കട്ടെ. ഒരു ഇഞ്ച് ആവി പോലും പുറത്ത് വരുന്നത്. ഓക്കെ, അപ്പം ദമ്മിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതാ ഇതാരാ തന്നെ
മെഹലുവിൻ്റെ വീട്ടിൽ നിന്നല്ലേ? ഓക്കെ, പഴുത്ത ചക്ക അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുണ്ടോ? ലൈക്ക് ഇങ്ങനെയല്ല, പച്ചക്കറി കൂട്ടത്തിലൊരു ചക്കൻ്റെ പീസും കൂടി ഉണ്ടായിക്കോട്ടെ അല്ലേ. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായി. പിന്നെ ഇപ്പം എന്താ, ഞങ്ങൾ വിളമ്പി കഴിച്ചു. എന്താ വെച്ചാൽ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഫോൺ ഓഫായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇന്ന് ഞാൻ മുന്നേ കാണിച്ചു തന്നത് എനിക്ക് 2 അടിപൊളി പാർട്ടി വെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഷൂട്ടും കൂടി എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ചുരിദാർ കേട്ടോ. ഇതിനൊരു 750 രൂപയുള്ളൂ കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഒരു സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, അതുകൊണ്ട് പെട്ടെന്നൊന്നും ഡാമേജ് ആവില്ല. ഷാളിൽ മാത്രമാണ് ഈ ഒരു ത്രെഡ് വർക്ക്, ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കേട്ടോ. നല്ലൊരു കളറാണ്, നല്ല മെറ്റീരിയലും ആണ്. ഫുൾ സ്ലീവൊക്കെ ആയിട്ട് കുറച്ചൊരു അനാർക്കലി പോലത്തെ ടൈപ്പ്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. പിന്നെ ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ കേട്ടോ. പ്രൈസ് ഭയങ്കര ബഡ്ജറ്റ്. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ചുരിദാർ ഇതാണ് കേട്ടോ. ഇത് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ബ്ലൂയിഷ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ശരിക്കും ഇതൊരു പീക്കോ ഗ്രീൻ പോലത്തെ കളറാണ് കേട്ടോ. നല്ല രസമുള്ളൊരു കളറാണ്. അതിനകത്ത് ഇതുപോലെ സ്വീക്കൻസിൻ്റെ വർക്കാണ്. അതായത് കുറച്ച് പൊന്തി നിൽക്കുന്ന തരത്തിലൊരു 3D എഫക്റ്റ് വരുന്നൊരു വർക്കാണ് കേട്ടോ. കുറച്ച് ബീഡ്സ് ഒക്കെ ഉണ്ട് നെക്കിൽ, അതൊക്കെ രസമുണ്ട്. അതുപോലെ ഷാളിൻ്റെ 4 സൈഡിലും ഇതുപോലെ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പെൻസിലൊരു സിഗരറ്റ് കട്ട് ബോട്ടാണ് കേട്ടോ. അത്യാവശ്യം ഒരു 3/4 ലെങ്ത്തിൽ വരുന്ന സ്ലിറ്റൊക്കെ ഉള്ള ചുരിദാറാണ്. അപ്പം പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ചുരിദാറാണ്. ഒത്തിരി തടി തോന്നിക്കാതെ ഉള്ള തടി ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ളൊരു കളറുമാണ്. ആൻഡ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഞാൻ കുറേ ഇങ്ങനത്തെ കളറൊക്കെ യൂസ് ചെയ്തിട്ട് എപ്പോഴും എനിക്ക് ഓറഞ്ച്, ബ്രൗൺ അങ്ങനത്തെ കളറിനോടാണ് ഭയങ്കര ഇഷ്ടം. ബിസ്ക്കറ്റ് കളറൊക്കെ അതായിരിക്കും അധികം ഇടുക. അല്ലെങ്കിൽ പിന്നെ മെറൂൺ റെഡിലേക്ക് പോകും. ഇങ്ങനത്തെ കളർ യൂസ് ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ ഇത് രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ വെയർ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് ഭയങ്കര കുറവാണ്. അപ്പോൾ എന്താ ഇതിൻ്റെ ഷോർട്സ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഷോർട്സിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ലിങ്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ട് ഷോർട്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ള 2 ചുരിദാർ കേട്ടോ. അറിയാം കായ്സ് കേട്ടോ. പക്ഷെ തിരക്കിട്ട് ഇപ്പോൾ ഷോർട്സ് കിടക്കുക. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഒന്ന് മയങ്ങി എണീറ്റു. അപ്പോൾ ഇതിന് 2 കൂടി കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിവിടെ അടുത്ത് ഗ്രൗണ്ടിൽ കളിക്കാൻ പോകാറുണ്ട് വൈകുന്നേരം ആകുമ്പോൾ. തിരിച്ചു വരുമ്പോഴത്തേനും കുറച്ച് ടാങ്കൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതാകുമ്പോൾ മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. കുട്ടികളുടെ നല്ലോണം ശരിക്കിട്ടാൽ നല്ല രസം. വാവ്, ചക്ക വെച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സീസണിൽ ചക്ക കഴിച്ചിട്ടല്ല കേട്ടോ. ഒരു തവണ സുൽത്താൻ്റെ വീട്ടിൽ പോയപ്പോൾ നെജിത്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് കഴിച്ചത്. എനിക്കിഷ്ടമാണ് നല്ല പഴുത്ത ചക്ക, അതുപോലെ ചക്കൻ്റെ കൂട്ടാൻ, അതൊക്കെ നമുക്ക് വല്ലപ്പോഴല്ലേ കിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡാഡി മമ്മി എന്താ കൂലങ്കർഷമായ ഡിസ്കഷനിലാണ്. ഞാനിവിടെ ഇരുന്ന് ഊഞ്ഞാലാടാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ. പിന്നെ നമ്മൾ ചുരിദാറിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷോർട്സ് ചെക്ക് ചെയ്ത് വെക്കൊണ്ട് കേട്ടോ. അവന്മാർ കളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.